എല്ലാവർക്കും നമസ്കാരം. ദൃശ്യം മൂന്നാം ഭാഗം വരും എന്നറിഞ്ഞ കാലം മുതൽ വളരെ കാത്തിരിപ്പിലാണ്. കാരണം ആളുകൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഈ രണ്ടാം ഭാഗത്തിന് ഒരു മൂന്നാം ഭാഗം ഉണ്ടാകുമെന്ന്. ദൃശ്യം എന്ന് പറയുന്നത് തന്നെ മലയാള സിനിമയിലെ ഒരു ബ്രാൻഡ് നെയിമായിട്ട് മാറിയിരിക്കുകയാണ്. അത് ഭയങ്കര ദൃശ്യം ഹിന്ദിയിൽ പോലും ദൃശ്യം എന്നാണ് അറിയപ്പെടുന്നത്. അത് നമ്മുടെ പേരിന്റെ ഒരു ക്വാളിറ്റിയാണ്. മലയാളത്തിൽ അത് 2013 വന്ന ഒരു അത്യുഗ്രൻ ഹിറ്റാണ്. 2022 രണ്ടാം ഭാഗം, 2026 മൂന്നാം ഭാഗം വന്നിരിക്കുകയാണ്. അപ്പോൾ 2013 ജോർജ് കുട്ടിയുടെ വീട്ടിൽ നടന്ന ഒരു സംഭവം, അവരെ കുടുംബത്തിൽ സംഭവിച്ച ഒരു കാര്യം, അത് എന്താണെന്ന് അറിയാം. പോലീസിൽ നിന്ന് വളരെ ബുദ്ധിപരമായി രക്ഷിച്ചു കുടുംബത്തെ ജോർജ് കുട്ടി. 2022 ഒട്ടും പ്രതീക്ഷിക്കാതെ വീണ്ടും ഒരു പണി കിട്ടി ജോർജ് കുട്ടിക്ക്. അതിനെയും ജോർജ് കുട്ടി ഞെട്ടിക്കുന്ന രീതിയിൽ ഒരു ട്വിസ്റ്റോട് കൂടി അതിനെയും സോൾവ് ചെയ്തു. അങ്ങനെ 2 തവണയായി. ഇനി മൂന്നാമതാണ്. രണ്ടാമത്തെ ഭാഗത്തിൽ പറയുന്നുണ്ട് ഇനി ഒരിക്കലും ഇതങ്ങ് അവസാനിപ്പിക്കാം, എല്ലാം കഴിഞ്ഞു എന്ന് നമ്മുടെ IG പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ ആരും പ്രതീക്ഷിച്ചില്ല ഇനി ഒരു ഭാഗമുണ്ടാകും. ഇനി അഥവാ അങ്ങനെ ഒരു ഭാഗമുണ്ടായാൽ അത് എങ്ങനെയായിരിക്കും എന്ന് നമ്മൾ ആരും പ്രതീക്ഷിച്ചില്ല. ഇതാ വന്നിരിക്കുകയാണ് 2026. ഞാൻ ഉൾപ്പെടെ വിചാരിച്ചു ഇനി എങ്ങനെയായിരിക്കും ഈ കഥ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇപ്പോഴത്തെ സിനിമകളൊക്കെ ഒരു ദിനം തട്ടിക്കൂട്ടാണല്ലോ. അപ്പൊ ഞാൻ വിചാരിച്ചു എങ്ങനെയാണ് ഈ കഥ ഇനി മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് ഞാനും ഒന്ന് ആലോചിച്ചു. എങ്കിൽ ഒന്ന് കണ്ടു കളയാം, ജിത്തു ജോസഫ് അല്ലേ എന്തെങ്കിലുമൊക്കെ ചെയ്യും എന്നെനിക്ക് തോന്നി. പക്ഷേ സംഗതി എൻ്റെ അകത്ത് കാണും, എന്തെങ്കിലും ഉണ്ടോ എന്ന് വിചാരിച്ചാണ് ഞാൻ പോയത്. പക്ഷെ കണ്ടു, സത്യത്തിൽ സിനിമയ്ക്കകത്ത് സംഗതി ഉണ്ട്. സിനിമ അടിപൊളിയായിരുന്നു, കിടിലം പടം. സത്യം പറഞ്ഞാൽ ഞെട്ടി എന്ന് തന്നെ പറയാം. നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ആ കഥയെ കൊണ്ടുപോയിട്ടുണ്ട്. ഒട്ടും ബോറില്ലാത്ത രീതിയിൽ തുടക്കം മുതൽ അവസാനം വരെ മുൾമുനയിൽ നടത്തുന്ന രീതിയിൽ, അതിപ്പോ ഫാമിലി കാര്യങ്ങളായാൽ പോലും ഒട്ടും ബോറടിക്കാതെ ഓരോ നിമിഷവും അവസാനം വരെ കൊണ്ടുപോകാൻ ജിത്തു ജോസഫിന് കഴിഞ്ഞു. ഒരു സംഭവം തന്നെയാണ്. ഉറപ്പായിട്ട് റെക്കോർഡുകൾ ബ്രേക്ക് ചെയ്യും ദൃശ്യം 3 എന്നുള്ള കാര്യം ഉറപ്പാണ്. പടം എനിക്കെന്നല്ല, ഒരുവിധപ്പെട്ട എല്ലാ മലയാളികൾക്കും 100% തൃപ്തി തരുന്ന രീതിയിൽ തന്നെ, പതിവ് പോലെ തന്നെയാണ് ജിത്തു ജോസഫിന്റെ ആ സംവിധാന ശൈലി. ഇനി പ്രൊഡക്ഷൻ ക്വാളിറ്റിയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരല്പം മുന്നിലാണെന്ന് പറയാം. 2022 വന്ന ദൃശ്യം സെക്കൻഡ്, അതായത് OTT-യിലാണ് റിലീസായത്. അത് കാണണം, അത് ഒരു വാണിംഗ് ആണ്. അതായത് ഈ സിനിമ കാണുന്നതിന് മുമ്പേ രണ്ടാം ഭാഗം ഒന്ന് കണ്ടിരിക്കണം. കാരണം അതിലെ കഥാപാത്രങ്ങൾ ഒരുപാട് ആളുകൾ ഈ മൂന്നാം ഭാഗത്തിൽ കണ്ടിന്യൂ ചെയ്ത് വരുന്നുണ്ട്. അതിലെ ചില സംഭവങ്ങൾ പറയുന്നുണ്ട്. അതിന്റെ ഒരു കണ്ടിന്യൂഷൻ ആണെന്ന് പറയാം. ഒന്നാം ഭാഗത്തിന്റെ കണ്ടിന്യൂഷൻ അല്ല എന്ന് തോന്നിയാലും രണ്ടാം ഭാഗത്തിന്റെ കറക്റ്റ് കണ്ടിന്യൂഷൻ ആയിട്ട് കഥ വരുന്നുണ്ട്. സിനിമ തുടങ്ങുന്നു, സൈലന്റ് ആയി തുടങ്ങുന്നു. കുടുംബകാര്യങ്ങൾ ഹാപ്പി ആയിട്ട് പോകുന്ന ജോർജ് കുട്ടിയുടെ കുടുംബം അങ്ങനെ പോവുകയാണ്. മക്കളൊക്കെ വളർന്നു, ഇങ്ങനെ പോകുന്നു. കഥ എങ്ങനെ പോയാലും, എത്ര സോഫ്റ്റ് ആയിട്ട് കാര്യങ്ങൾ കൊണ്ടുപോയാലും നമുക്ക് ബോറടിക്കാത്ത രീതിയിൽ കഥ പോകുന്നുണ്ട്. പോയി വളരെ സ്ലോ ആയിട്ട് നമ്മളെ പഴയ ക്യാരക്ടേഴ്സിനെയൊക്കെ പരിചയപ്പെടുത്തി ചെറിയ രീതിയിൽ ആ പഴയ ഇഷ്യൂ ഇങ്ങനെ കയറി വരുന്നതായി കാണിക്കുന്നു. എന്നിട്ട് ഏതാണ്ട് ഇന്റർവ്യൂവിൽ കഴിയുന്നതോടുകൂടി സംഗതി തീവ്രത. എനിക്ക് അതിന്റെ ആ പ്ലോട്ട് ഞാൻ ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെ ഗ്രാഫ് ഇങ്ങനെ പോകും. ഗ്രാജുവലായിട്ട് 0-ൽ നിന്നും 100-ൽ എത്തി നിൽക്കുന്ന രീതിയിലുള്ള ഒരു സ്ലോ ആയിട്ടുള്ള ഒരു അസെൻഡിങ് ഓർഡറിലാണ് സംഭവം പോകുന്നത്. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ക്ലൈമാക്സ് ഒക്കെ സാധാരണ ദൃശ്യം എന്ന് പറഞ്ഞാൽ ഒരു സൈലന്റ് പടമാണ്, വലിയൊരു ബഹളമൊന്നുമുള്ള പടമല്ല. പക്ഷെ ഇതിൽ കുറച്ചുകൂടെ ഒന്ന് ആക്റ്റീവായിട്ടാണ് എൻ്റെ ചില ലാസ്റ്റ് സീൻസ് ഒക്കെ പോകുന്നത്. ഇൻക്ലൂഡിങ് കുറച്ച് ചോരക്കളിയൊക്കെ കൊണ്ട് സിനിമയിൽ എല്ലാം അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത ക്യാരക്ടേഴ്സിന്റെ ട്രാൻസ്ഫോർമേഷൻ, വിചാരിക്കാത്ത ആളുകൾ വരുന്നു, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ മൊത്തത്തിൽ ഒരു അലിമ്പൊന്നും ഇല്ലാത്ത രീതിയിൽ പോയിട്ടുണ്ട്. പടം അത്യുഗ്രൻ, ഭയങ്കരമായ ഒരു എന്റർടൈൻമെന്റ് ആണ്. സാധാരണ ഒരു മലയാളി പ്രേക്ഷകൻ എന്നുള്ള രീതിയിൽ ഞാൻ പറയുകയാണ്. കൂടുതൽ അളക്കാനും കുടിക്കാനൊന്നും പോകുന്നില്ല. പടം സൂപ്പർ, ഭയങ്കര ഒരു എൻജോയ്മെന്റ് ആണ് പടത്തിന് കിട്ടിയത്. കൂടുതൽ അതിനെ പറ്റി ഒന്നും പറയാനില്ല. പിന്നെ ക്യാരക്ടേഴ്സ്, അഭിനയത്തിൽ എല്ലാവരും, നമ്മുടെ മോഹൻലാല് പണ്ടത്തെ ഒരു പെർഫോമൻസ് ഒന്നും ഇപ്പൊ പല പടത്തിലും ഇല്ലെങ്കിൽ പോലും വീണ്ടും പഴയ അതേ ജോർജ് കുട്ടിയുടെ സ്വഭാവം തന്നെ ഈ മോഹൻലാൽ കൊണ്ടുവന്നിട്ടുണ്ട്. ആ കാര്യത്തിൽ ഞാൻ സമ്മതിച്ചു. നമുക്ക് ആ ജോർജ് കുട്ടിയെ വീണ്ടും കാണുന്ന ഒരു ഫീൽ തന്നെയാണ് വരുന്നത്. സെക്കൻഡിൽ കണ്ട ആളെ തന്നെയാണ് നമ്മൾ ആ രൂപത്തിൽ പോലും സെക്കൻഡിൽ നിന്ന് തേർഡിലോട്ട് വരുമ്പോൾ കറക്റ്റ് ട്രാൻസ്ഫോർമേഷൻ. എനിക്ക് ചേഞ്ച് തോന്നിയത് മീനയുടെ കഥാപാത്രത്തിലാണ്. മീന സെക്കൻഡിൽ ബോറാക്കി വെച്ചിട്ടുണ്ട്. ദൃശ്യം എന്നുള്ള സിനിമയിൽ തന്നെ ഏറ്റവും ബോറൻ കഥാപാത്രം അല്ലെങ്കിൽ ബോറൻ പെർഫോമൻസ് ആയിരുന്നു ചോദിച്ചാൽ മീന തന്നെയാണ്. പക്ഷെ ഇതിൽ അത്ര വെറുപ്പിച്ചിട്ടില്ല എന്നുള്ള രീതിയിൽ പോയി. പിന്നെ ബാക്കി എല്ലാവരും പഴയതുപോലെ തന്നെയാണ്. കൂടുതൽ ഭയങ്കരമായിട്ട് പ്രതീക്ഷിക്കേണ്ട ഒരു കൊമേഴ്ഷ്യൽ എന്റർടൈനർ എന്നുള്ള രീതിയിൽ പടം പക്ക
പക്ക ഫാമിലി ആയിട്ട് തന്നെ കാണണം. ഉറപ്പായിട്ട് പടം റെക്കോർഡ് ബ്രേക്കർ തന്നെയായിരിക്കും. പിന്നെ എന്ത് പറയാൻ, കൂടുതൽ എന്ത് പറഞ്ഞാലും സ്പോയിലർ ആയി പോവും. തിയേറ്ററിൽ തന്നെ കാണുക. ഒരു ഇഞ്ച് പോലും, ഒരു സെക്കൻഡ് പോലും ബോറടിക്കാത്ത രീതിയിൽ സിനിമ കൊണ്ടുപോകാൻ സംവിധായകനും ടീമിനും കഴിഞ്ഞിട്ടുണ്ട്. അതൊരു ഭയങ്കരമായ ഒരു സംഭവമാണ്. വളരെ നാൾക്ക് ശേഷം അടിപൊളിയായിട്ട് ഫാമിലി ആയിട്ട് ഇരുന്ന് കാണാൻ പറ്റിയ ഒരു പക്ക എന്റർടൈനർ. ദൃശ്യം എന്നുള്ള പേരിന്റെ, ആ ബ്രാൻഡ് നെയിമിന്റെ വില കളയാത്ത രീതിയിൽ വീണ്ടും 3-ാം ഭാഗം ചെയ്തു തീർത്തിരിക്കുകയാണ് നമ്മുടെ ടീം. കൺഗ്രാറ്റുലേഷൻസ്. അപ്പോ ബൈ.